കലാകായിക മത്സരങ്ങൾ എല്ലാം തന്നെ സിനിമയുമായി അടുത്ത ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരവധി കായിക മത്സരങ്ങളാണ് ഒരുപാട് സിനിമകളിൽ പ്രചോദനമായത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വ്യത്യസ്ത കായിക മത്സരങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മലയാള സിനിമകളെ പറ്റിയാണ്. എല്ലാവർക്കും സിനിമ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അബ്രിഡ് ഷൈൻ ബിപിൻ ചന്ദ്രനും കൂടെ തിരക്കഥ എഴുതി അബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത സിനിമയാണ് 1983. ക്രിക്കറ്റിനെ പ്രമേയമാക്കിയെടുത്ത ഈ സിനിമയിൽ നിവിൻ പോളി, അനൂപ് മേനോൻ, നിക്കി ഗൗറാണി, ശൃന്ദ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. 2014 ഈ ചിത്രം റിലീസായത്. സുഡാനി ഫ്രം നൈജീരിയ. സക്കറിയ മുഹമ്മദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് സുഡാനി ഫ്രം നൈജീരിയ. ഫുട്ബോൾ പ്രമേയമാക്കിയെടുത്ത ഈ സിനിമയിൽ നൈജീരിയൻ താരമായ സാമുവൽ അബിയോല റോബിൻസണും സൗബിൻ ഷാഹിറുമാണ് പ്രധാന കഥാപാത്രം. 2018 ഈ സിനിമ റിലീസായത്. ഇതേപോലെ ഫുട്ബോൾ പ്രമേയമാക്കി വന്ന മറ്റു ചിത്രമായിരുന്നു കമൽ സംവിധാനം ചെയ്ത ഗോൾ, എസ് ജനാർദ്ദനൻ സംവിധാനം ചെയ്ത മഹാസമുദ്രം, VP സത്യൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയെടുത്ത ക്യാപ്റ്റൻ തുടങ്ങിയവ. ഗോദ. 2017 രാകേഷ് മൻതോടി തിരക്കഥ എഴുതി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത റെസ്ലിംഗ് പ്രമേയമാക്കിയെടുത്ത സിനിമയാണ് ഗോദ. ടൊവിനോ തോമസ്, വാമിക, രഞ്ജി പണിക്കർ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. വളരെയേറെ ത്രില്ലിംഗ് ആയിട്ടും ആസ്വാദനപരവുമായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. 1985 സിബി മലയിൽ സംവിധാനം ചെയ്ത മുത്താരംകുന്ന് PO സിനിമയിലും റെസ്ലിംഗ് ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. കപ്പ്. ബാഡ്മിൻ്റൺ പ്രമേയമാക്കി സഞ്ജു സാമുവൽ സംവിധാനം ചെയ്ത സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, കാർത്തിക് വിഷ്ണു, ബേസിൽ ജോസഫ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇടുക്കിയിലെ വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തിൽ 16 വയസ്സുള്ള ഒരു ബാഡ്മിൻ്റൺ കളിക്കാരൻ കാണുന്ന സ്വപ്നവും ഒളിമ്പിക്സിൽ കയറാൻ വേണ്ടി അവരെടുക്കുന്ന പ്രയത്നവുമാണ് ഈ സിനിമയിൽ പറയുന്നത്. ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ, ശ്രീനി ശശീന്ദ്രനും കൂടെ തിരക്കഥ എഴുതി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നെസ്ലിൻ, ലുക്മാൻ അവറാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജിയാൻ, ശിവഹരിഹരൻ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. ബോക്സിംഗ് ഈ ചിത്രത്തിലെ പ്രമേയമാണ്. അതുപോലെ ബോക്സിങ്ങിനെ പ്രമേയമാക്കിയെടുത്ത മറ്റൊരു ചിത്രമാണ് ആൻ്റണി വർഗീസ്, ലിജിമോൾ ജോസ്, വിജയരാഘവൻ ഇവർ അഭിനയിച്ച ഗോവിന്ദവിഷ്ണു സംവിധാനം ചെയ്ത ദാവീദ് എന്ന സിനിമ. തച്ചിലെടുത്തു ചുണ്ടൻ. കേരളത്തിൻ്റെ കായിക വിനോദമായ വള്ളംകളിയെ അടിസ്ഥാനമാക്കി ബാബു ജനാർദ്ദനൻ തിരക്കഥ എഴുതി ഷാജൻ കരിയാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് തച്ചിലെടുത്തു ചുണ്ടൻ. മമ്മൂട്ടി, നന്ദിനി, തിലകൻ, നെടുമുടി വേണു, ക്യാപ്റ്റൻ രാജു, കാവേരി ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. 1999 ഈ സിനിമ റിലീസായത്. വള്ളംകളി പ്രമേയമായ മറ്റൊരു സിനിമയാണ് കുഞ്ചാക്കോ ബോബനും നവ്യ നായരും അഭിനയിച്ച ജലോത്സവം എന്ന സിനിമ. കരിങ്കുന്നം സിസ്റ്റീസ്. ദീപു കരുണാകരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കരിങ്കുന്നം 6. വോളിബോൾ പ്രമേയമാക്കിയെടുത്ത ഈ സിനിമയിൽ മഞ്ജു വാര്യർ, അനൂപ് മേനോൻ, ബാബു ആൻ്റണി, സുധീർ കരമന, ബൈജു, പത്മരാജ്, രതീഷ്, സുദേവ് നായർ, ജേക്കബ് ഗ്രിഗറി, സന്തോഷ് കീഴാറ്റൂർ, സുരാജ് വെഞ്ഞാറമൂട്, ശ്രീജിത്ത് രവി, നന്ദു, പ്രദീപ് കോട്ടയം തുടങ്ങി നിരവധി താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. കോക്കോ ഗെയിമിനെ അടിസ്ഥാനമാക്കി രാഹുൽ റിജി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കോക്കോ. രജിഷ വിജയൻ, മമിത ബൈജു ഇവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. സ്പോർട്സ് ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില സിനിമകളാണിത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും ത്രില്ലിംഗ് ആയ സിനിമ ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.